Thanks for charging. Charger is disconnected. സാംസങ് പോലെയുള്ള ലേറ്റസ്റ്റ് മൊബൈലിൽ ഇതുപോലെ ചാർജർ പ്ലഗ് ചെയ്യുമ്പോഴും അൺപ്ലഗ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്ന ഓപ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതൊരു പഴയ ഒരു സാംസങ് ഫോണാണ്. ഇനി നിങ്ങളുടെ ഫോൺ ഏതുമാകട്ടെ, അതിലും ഇതുപോലെ നമുക്ക് ചാർജർ പ്ലഗ് ചെയ്യുന്ന സമയത്തും അൺപ്ലഗ് ചെയ്യുന്ന സമയത്തും സൗണ്ട് നോട്ടിഫിക്കേഷൻ വരുത്തേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് മാത്രമല്ല സപ്പോർട്ട്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഓഡിയോ സന്ദേശം ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് കോമഡി രംഗങ്ങൾ, മലയാളത്തിലെ മുതലാളി ജംഗ് ജഗ അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചാർജ് ചെയ്യുന്ന സമയത്തും ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്തും ശബ്ദമായിട്ട് ഇതിൽ കൊടുക്കാൻ സാധിക്കും. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ടാകും. അതായത് ചാർജർ ചെയ്തിട്ട് നമ്മളൊന്നിക്ക് പിൻ ചെയ്യാൻ മറക്കും, അല്ലെങ്കിൽ സ്വിച്ച് ഇടാൻ മറക്കും. അപ്പോൾ അതിനൊക്കെ ഉപകാരമാണ് ഈ സൗണ്ട് നോട്ടിഫിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി അറബിക്കിലായിരിക്കും ഉണ്ടാവുക. അത് ലാംഗ്വേജ് മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് താഴത്തെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഗോ ടു സെറ്റിംഗ്സിൽ പോയിട്ട് ഇത് ബാറ്ററിയിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോ റെസ്ട്രിക്ഷൻസിൽ കൊടുക്കുക. ഇനി അടുത്ത സെറ്റിങ്സ് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് എനേബിൾ കൊടുക്കുക. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോ സ്റ്റാർട്ട് ആകേണ്ട ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇത് ഓഫായി പോകുമല്ലോ നമ്മുടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ബാറ്ററി ചാർജ് നോട്ടിഫിക്കേഷൻ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ പോയിട്ട് നിന്നിട്ടുണ്ടാവും അത്. ഓക്കെ, ഇതുപോലെ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഫുൾ ടൈം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. ഇത്രയും ഇതിൽ സെറ്റ് ചെയ്യാനുള്ളൂ. കണക്റ്റ് ചാർജർ, ഡിസ്കണക്റ്റ് ചാർജർ, ലോ ബാറ്ററി, ഫുൾ ബാറ്ററി ഒക്കെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇതിൽ ഓണാണ്. അതൊന്നും നിങ്ങളിനി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് താഴത്ത് സെറ്റിങ്സ് ആൻഡ് ചാർജ് സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോതിൻ്റെയും സൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ട്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഫസ്റ്റത്തെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കമ്പനി തരുന്ന ഒരുപാട് സൗണ്ട്സ് ഇതിലുണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത്, അതായത് ഫസ്റ്റ് തന്നെ ഉണ്ടാവും വളരെ ചെറുതാണ്, കണക്റ്റഡ് എന്ന് മാത്രമേ ഉള്ളത്. അതിൽ നിന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് സെലക്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് കൊടുത്ത് റീഡ് ചെയ്യിപ്പിക്കാം. ഇനി ഗാലറിയിൽ നിന്ന് ആണെങ്കിൽ ഇതുപോലെ ഗാലറി ആക്സസ് ചോദിക്കും. പിന്നെ അത് ഇതുപോലെ കറങ്ങിയിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഓഡിയോ മെസ്സേജും ഇതിലേക്ക് വരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് വെക്കേണ്ടത് അത് വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കണക്റ്റിലും, ഞാനിപ്പം വെച്ചിട്ടുള്ളത് ഏറ്റവും അവസാനത്തെയാണ്, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് മനസ്സിലാവും കണക്ട് ചെയ്യുമ്പോൾ ആ പറയുന്നത് കുറച്ച് ടൈമിംഗ് ഉള്ളതുകൊണ്ട് അത് നല്ലതാണ്. അതിലും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ളത് വെക്കാൻ പറ്റും. ഇനി ടെക്സ്റ്റ് എഴുതിയിട്ട് അത് നമുക്ക് പറയിപ്പിക്കണമെങ്കിൽ ടെക്സ്റ്റ് എന്താണ് മാറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യുന്നതാണ് ആ ടെക്സ്റ്റ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ സേവ് ഓപ്ഷൻസ് ഉണ്ട്. സേവ് ഓപ്ഷൻസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വോയിസ് ഇതിൽ സെറ്റാവും. ഇനി നിങ്ങൾ ചാർജർ കൊടുക്കുന്ന സമയത്തും ഊരുന്ന സമയത്തും ഒക്കെ ഇത് പറയും. അതുപോലെ തന്നെ ബാറ്ററി ഫുള്ളാകുന്ന സമയത്തൊക്കെ ഇത് നിങ്ങൾക്ക് പറയുന്നതാണ്. ഇനി എല്ലാത്തിൻ്റെയും സൗണ്ട് മാറ്റേണ്ട ഓപ്ഷൻസ് ഇതിലുണ്ട്. അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇനി നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ഫോണിൽ, അതായത് പഴയ ഫോണുകളിലൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. പഴയ ഫോണിൽ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡൺ അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഗോ ടു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ആപ്ലിക്കേഷൻസ് അതിൽ ബാറ്ററി ഒപ്റ്റിമൈസറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അതാണ് ഈ പഴയ ഫോണിൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. ആ ബാറ്ററി ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾക്ക് സെറ്റിങ്സിൽ കിട്ടുന്നില്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അതിൽ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുക. അതിൽ ബാറ്ററി യൂസേജ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെവർ സ്ലീപ്പ് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ചാർജ് നോട്ടിഫിക്കേഷൻ സൗണ്ട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആഡ് എന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന് അതിനകത്ത് ആഡായിട്ട് കാണാം. ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ശല്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ അറബിക്കിലുള്ള നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കും അത് ശല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ സെറ്റിങ്സിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാൻ അറിയാമല്ലോ. ഈ ആപ്ലിക്കേഷൻ്റെ സൗണ്ട് ഓഫ് ചെയ്യരുത്, നോട്ടിഫിക്കേഷൻ മാത്രം ഓഫ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ സാധാരണ നോർമൽ തന്നെ അത് പ്രവർത്തിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.